കേരളത്തിൽ SIR നീട്ടി. എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള തീയതി ഡിസംബർ 18 കരട് പട്ടിക ഡിസംബർ 23 പുറത്തുവിടും. PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദ്, നിരന്തരം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാനവും ഉൾപ്പെടെ ആവശ്യപ്പെട്ട കാര്യമായിരുന്നു ഇത്. ഒടുവിൽ അത് അംഗീകരിച്ചിരിക്കുകയാണ്. അരവിന്ദ്, കേരളത്തിൽ വീണ്ടും SIR നീട്ടിക്കൊണ്ടുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒരാഴ്ചത്തെ സമയം കൂടിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് നീട്ടി നൽകിയത്. നേരത്തെ ഡിസംബർ 11 എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. അത് ഡിസംബർ 18 ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടിയിരിക്കുകയാണ്. പ്രധാനമായും സംസ്ഥാനത്തിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ തീരുമാനമുണ്ടായത്. നേരത്തെ കേരളത്തിന്റെ SIR-നെതിരായ ഹർജികൾ പരിഗണിച്ചപ്പോൾ കേരളത്തിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഉചിതമായ തീരുമാനമെടുക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നിർദ്ദേശം നൽകുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരാതി അപേക്ഷയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സമർപ്പിക്കുവാനും കേരള സർക്കാരിനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളം നൽകിയ അപേക്ഷ അടക്കം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരള ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി ചർച്ചകൾ നടത്തിയിരുന്നു. കൃത്യമായി കേരളത്തിലെ ആശങ്കകൾ ഈ യോഗത്തിൽ കേരള സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറും അറിയിച്ചിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ SIR ഒരാഴ്ച കൂടി കേരളത്തിൽ നീട്ടിവെക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇതോടുകൂടി എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഡിസംബർ 18. കരട് പട്ടിക ഈ ഡിസംബർ 23 പ്രഖ്യാപിക്കുക. അന്തിമ പട്ടിക വരിക ഫെബ്രുവരി 21. എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ ഡിസംബർ 23 മുതൽ ജനുവരി 22 വരെ സമർപ്പിക്കുവാനാണ് എന്തായാലും കേരളത്തിന്റെ ആവശ്യം. കാരണം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം നടക്കുന്ന സാഹചര്യത്തിൽ SIR നീട്ടിവെക്കണമെന്നതായിരുന്നു സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേരളത്തിലെ SIR ഒരാഴ്ച കൂടി നീട്ടിവെച്ചിരിക്കുന്നത്. നേരത്തെ ഒരാഴ്ചത്തെ സമയം മറ്റ് എല്ലാ സംസ്ഥാനങ്ങൾക്ക് ഉൾപ്പെടെ നീട്ടിയ സമയത്തും കേരളത്തിന് നീട്ടിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഡിസംബർ 12. അതാണ് നേരത്തെ 12 സംസ്ഥാനങ്ങളിൽ ഒരുമിച്ചായിരുന്നു, കേരളം ഉൾപ്പെടെയുള്ള 12 സംസ്ഥാനങ്ങളിൽ ഒരുമിച്ചായിരുന്നു SIR നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ കേരളത്തിലേക്ക് മാത്രമാണോ നീട്ടിയിട്ടുള്ളത്, അതല്ലെങ്കിൽ മറ്റ് 11 സംസ്ഥാനങ്ങൾക്കും ഇത് ബാധകമാണോ അരവിന്ദ്? കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ SIR നടപടികൾ നീട്ടിയിരിക്കുന്നത്. കേരള ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രധാനമായും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നത്, കാരണം സുപ്രീം കോടതിയിലടക്കം ഈ ഹർജികൾ പരിഗണിച്ചപ്പോൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കിയത് കേരളത്തിലെ സാഹചര്യം വ്യത്യസ്തമാണ്. കാരണം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി SIR നടപടികൾക്കിടയിൽ വരുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാർ അടക്കം സുപ്രീം കോടതിയിൽ ഉയർത്തുകയും കേരളത്തിലെ സാഹചര്യം വ്യത്യസ്തമെന്ന് തന്നെ സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുന്നു. കേരളത്തിലെ ഹർജിക്കാരുടെ വാദങ്ങൾ അത് നീതിയുക്തമാണെന്നും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. എന്തായാലും ഈ വാദങ്ങളും അതുപോലെ തന്നെ സുപ്രീം കോടതി നിരീക്ഷണവും സംസ്ഥാനത്തിന്റെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്. കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ ഒരാഴ്ച കൂടി SIR നടപടികൾക്ക് സമയം നീട്ടി നൽകിയിരിക്കുന്നത്. കേരളത്തിൽ ഡിസംബർ 18 എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള അവസാന തീയതി. അതിന്റെ അടിസ്ഥാനത്തിൽ കരട് വോട്ടർ പട്ടിക വരിക 23. നേരത്തെ ഇത്തരത്തിൽ ഡിസംബർ 16 കരട് വോട്ടർ പട്ടിക പുറത്തിറങ്ങേണ്ടിയിരുന്നത്. എന്തായാലും സുപ്രീം കോടതിയിലെ നിർണായക ഇടപെടൽ അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ കൂടി ആവശ്യം പരിഗണിച്ചുകൊണ്ട് കേരളത്തിൽ മാത്രം ഒരാഴ്ച കൂടി SIR ഇപ്പോൾ നീട്ടിവച്ചിരിക്കുകയാണ്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും കേരളത്തിൽ എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള അവസാന തീയതി. എന്തായാലും ഇക്കാര്യം അടുത്ത ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിലും വ്യക്തമാക്കും. കാരണം ഈ തീരുമാനം എടുത്തതിന് ശേഷം സുപ്രീം കോടതിയെ കൂടി ഇക്കാര്യം അറിയിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്തായാലും കോടതി നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാലിച്ചിരിക്കുന്നു. ഉചിതമായ തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. എന്തായാലും ഒരാഴ്ച സമയം കൂടി കേരളത്തിൽ SIR നടപടികൾക്ക് വേണ്ടി അനുവദിച്ചിരിക്കുകയാണ്. അനീഷ്.